നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും, യുവാക്കള്. CPM-നെ നേരിടാൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ PV അൻവർ. ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇനി മത്സരത്തിലില്ലെന്ന് പ്രഖ്യാപിച്ച KT ജലീൽ തുറന്നു പറച്ചിലിനൊരുങ്ങുന്നു. ഇനി ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് ജലീൽ. കാലതാമസത്തിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് ആ കാലതാമസമാണ് സംരക്ഷണമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളതിനെ ഞാൻ കാലതാമസമായിട്ടേ കാണുന്നുള്ളൂ, സംരക്ഷണമായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഒരു ലിമിറ്റുണ്ടല്ലോ, ആ ലിമിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ആയാലും അത് നടപ്പിലാക്കി നോക്കൂ. ADGP-യെ മാറ്റിയില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്കെന്ന് CPI. കാലതാമസം സഹിക്കുന്നതിന് പരിധിയുണ്ടെന്ന് പ്രകാശ് ബാബു ന്യൂസ് 18നോട്. DGP-യുടെ അന്വേഷണം അവസാനിച്ചു, റിപ്പോർട്ടുടൻ. ബലാത്സംഗ കേസിൽ സിദ്ദിഖ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. തുടർ നടപടികൾക്ക് നിയമോപദേശം തേടി പോലീസ്. നടൻ ഒളിവിൽ നിന്ന് പുറത്തു വന്നത് ഇന്നലെ. എറണാകുളം വല്ലാർപാടത്തെ ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നത്. ബ്രേക്ക് പോയ ബസ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു കയറി. തിങ്കളാഴ്ചത്തെ അപകടത്തിൽ 20 പേർക്ക് പരുക്ക്. പശ്ചിമേഷ്യ സംഘർഷ ഭീതിയിലാണ്. ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ചെങ്കടലിൽ എണ്ണക്കപ്പലിന് നേരെ ഹൂത്തി ആക്രമണവും ഉണ്ടായിരിക്കുകയാണ്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇന്നലെ രാത്രിയോടെ ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത്. 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് മേൽ വർഷിച്ചത്. എന്നാൽ അയൺ ഡോം എല്ലാത്തിനെയും നിർവീര്യമാക്കി. ആക്രമണത്തെ ചെറുത്തതായും ആൾനാശം ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇസ്രായേലിന്റെ ഇതുവരെയുള്ള പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. അതേസമയം വലിയ വില ഇതിന് ഇറാൻ നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇത് തന്നെ തിരിച്ചടിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അതേസമയം യുദ്ധമുണ്ടാകരുത് എന്ന് UN നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് തന്നെ പോകുമെന്നതിന്റെ വ്യക്തമായ സൂചനകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധം കടുപ്പിക്കുന്നതിന്റെ സൂചനയും കിട്ടുന്നുണ്ട്. കൂടുതൽ സൈന്യത്തെ ലെബനൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. ഇസ്രായേലിന് എല്ലാ പിന്തുണയും അമേരിക്കയും വാഗ്ദാനം ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ നഗരമായ ടെൽ-അവീവിൽ നടന്ന വെടിവെപ്പിൽ 6 പേർ ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു. ആയുധധാരികളായ 2 അക്രമകാരികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവർ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് ഇങ്ങനെ ആൾനാശം ഇസ്രായേലിൽ ഉണ്ടായത്. 90% മിസൈലുകളും ലക്ഷ്യം കണ്ടതായി ഇറാൻ അവകാശപ്പെടുമ്പോഴും ഇസ്രായേലിന്റെ സുശക്തമായ അയൺ ഡോം ഇവയെ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മറുപടി നൽകുന്നത്. വലിയ തെറ്റാണ് ഇറാൻ ചെയ്തത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. അതിനാൽ തന്നെ ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്നതിന്റെ സൂചനയും ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകുകയാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടെന്ന് പലസ്തീനും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഇന്നലെ രാത്രിയിലെ ഇസ്രായേലിന് മേലുള്ള ഇറാന്റെ മിസൈൽ വർഷത്തിന് ശേഷം പുതിയ എന്തെങ്കിലും ആക്രമണം പശ്ചിമേഷ്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇസ്രായേൽ കരയുദ്ധത്തിന് കൂടുതൽ ശക്തി കൂട്ടിക്കൊണ്ട് സൈന്യത്തെ വിന്യസിക്കുന്നു എന്നതിനപ്പുറം കൂടുതൽ വലിയ ആക്രമണം ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടോ ഇതിനുശേഷം? ഇതിനുശേഷം അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല. പക്ഷേ പശ്ചിമേഷ്യയിൽ മറ്റൊരു ആക്രമണം നടന്നത് ചെങ്കടലിൽ ഒരു എണ്ണക്കപ്പലിന് നേരെ ഹൗദികൾ ആക്രമണം നടത്തി എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഏതു സമയവും അത്തരം ഒരു പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇറാന് നേരെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അത്തരം ഒരു അനിശ്ചിതത്വം
ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ ആകെ തന്നെ ഉണ്ട്. അതിശക്തമായ മുന്നറിയിപ്പാണ് ഇന്നലെ നൽകിയിരിക്കുന്നത്, ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും. UN അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും നേരത്തെയും UN ഇടപെട്ടതാണ് വെടിനിർത്തലിന് വേണ്ടി. പക്ഷേ ഇസ്രായേൽ അത് ഏതെങ്കിലും തരത്തിൽ ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴത്തെ അടിക്ക് ഒരു തിരിച്ചടി സ്വാഭാവികമായും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഇറാനും അത്തരത്തിലൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ഒരു കനത്ത ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം ഇന്നലെ ഇസ്രായേലിന് മേൽ 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വർഷിച്ചത്. അതിൽ 90% ലക്ഷ്യം കണ്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ അതിൽ 90% ഞങ്ങൾ അയൺ ഡോം വഴി ഭേദിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആൾനാശമോ ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇതുവരെ ഈ നാശനഷ്ടങ്ങളുടെ കണക്ക് എടുക്കുമ്പോൾ അതിൽ 2 പേർ കടന്നു കയറി ആക്രമണം നടത്തിയതിൽ 8 പേർ കൊല്ലപ്പെട്ടു എന്നത് മാത്രമാണല്ലോ ഉള്ളത്. അതല്ലാതെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പോലും മരണമുണ്ടായിട്ടില്ല. ഇക്കാര്യമാണല്ലോ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത്. അതേസമയം ഇറാന്റെ വിശദീകരണം വന്നിരിക്കുന്നത് സൈനിക ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ്. അതായിരുന്നു ലക്ഷ്യമെന്നും അത് നസറുള്ളയുടെ വധത്തിലുള്ള പകരം വീട്ടിലാണ് എന്നും ഇറാന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണല്ലോ മൊസാദിന്റെ ആസ്ഥാനമാണ് ലക്ഷ്യമിട്ടിരുന്നത് ഇറാൻ എന്നുള്ള അമേരിക്കയുടെ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ടോ? അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം വന്നിരിക്കുകയാണ്. 181 മിസൈലുകൾ ഒരു ഭാഗത്തേക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായും അത് എന്തിനെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത് ആൾനാശം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഈ മിസൈൽ ആക്രമണം കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു നാശനഷ്ടം ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാദമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അമേരിക്ക കുറെ കൂടി കൃത്യമായി പറയുന്നു എന്ന് വേണം നമുക്ക് ഇക്കാര്യത്തിൽ ധരിക്കാൻ. എന്താണ് അവർ ലക്ഷ്യമിട്ടത്? അവർ കൃത്യമായി സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഇറാന്റെ വാദത്തെ ഒരു തരത്തിൽ അംഗീകരിക്കുന്ന വിശദീകരണം കൂടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത്തരമൊരു ലക്ഷ്യത്തിലാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. ഇസ്രായേലിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഇറാൻ നടത്തിയെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്ന് അവർ വ്യക്തമായി പറഞ്ഞു. ഹിസ്ബുള്ള തലവനെയും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡറെയും വധിച്ചതിലുള്ള പ്രതിഷേധം, ഒപ്പം തന്നെ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കുള്ള പ്രതിഷേധം എന്നാണ് ഇറാന്റെ വിശദീകരണം. എന്തായാലും ഇത്തരമൊരു യുദ്ധത്തിലേക്ക് ഈ 2 രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ ദിവസത്തേക്കെങ്കിലും തുടർച്ചയായി യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഇസ്രായേലിന് അങ്ങനെ അത്ര വേട്ടത്തിൽ ഗാസയിൽ നടത്തുന്ന പോലെ അല്ലെങ്കിൽ ഹമാസിനെ നേരിടുന്ന പോലെ നിലവിലെ ശക്തി പരിശോധിച്ചാൽ അങ്ങനെ ഹിസ്ബുള്ളയെ അത്ര പെട്ടെന്ന് നേരിടാൻ കഴിയുന്ന ഒരു സംഘടനയല്ല. ഹമാസിനേക്കാൾ എത്രയോ ഇരട്ടി സൈനിക ശേഷിയും ആയുധശേഷിയും ഒക്കെയുള്ള സംഘടനയാണ്. പക്ഷേ അവരെ അടക്കം അടിച്ചിടാനുള്ള ആധുനിക ആയുധ സംവിധാനങ്ങളുള്ള രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇത് കടുത്ത ഒരു യുദ്ധത്തിലേക്കൊക്കെ നീങ്ങാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസ്ഥയിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്തരമൊരു ഘട്ടം എത്തുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ UN ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഇടപെടൽ വരാൻ സാധ്യതയുണ്ട്. കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പ്രധാനമായും എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയുമായി വലിയ തോതിൽ വാണിജ്യ ബന്ധം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധം നീണ്ടുപോകുന്ന അവസ്ഥ സ്വാഭാവികമായും അവരുടെ വാണിജ്യ താല്പര്യങ്ങളെ ബാധിക്കുമെന്നതിനാൽ ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കില്ല. പക്ഷേ അടുത്ത മണിക്കൂറുകൾ വളരെ നിർണായകമാണല്ലോ കിരൺ. ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴേക്കും അടുത്ത ആക്രമണം ഇസ്രായേൽ നടത്തുമോ, അതൊരു വ്യോമാക്രമണമായിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ലോകമെങ്ങും മുഴങ്ങി കേൾക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, ഇറാന്റെ ആയുധ ശേഖരം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അതും ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. ഏതെല്ലാം മിസൈലുകൾ ഇസ്രായേലിന് മേൽ വർഷിച്ചു ഇറാൻ, ഇക്കാര്യത്തിലും ഏറെ ചർച്ചയുണ്ടല്ലോ. ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യം ഇക്കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പമാണല്ലോ ഇറാന്റെ ഈ കരുത്തുറ്റ ആയുധ ശേഖരം അത് ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ ലെബനനെയും പലസ്തീനെയും ആക്രമിച്ച പോലെ ആയിരിക്കില്ല ഇറാന് നേരെ ഇസ്രായേൽ വലിയൊരു ആക്രമണത്തിന് മുതിർന്നാൽ. ഇതാണല്ലോ ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. മഞ്ജുഷ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇറാന് നേരെ ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ ഇറാനെ അത്ര വേഗത്തിൽ ഗാസയിൽ ഹമാസിനെ തകർത്ത പോലെ, ഹമാസിനടക്കം നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ ഒക്ടോബർ 7 ആരംഭിച്ചതാണ്. ഇപ്പോഴും അത് ഏറെക്കുറെ പൂർണ്ണമായി എന്നൊക്കെ ഇസ്രായേൽ പറയുമ്പോഴും ഇപ്പോഴും ചെറുത്തുനിൽപ്പ് ചെറിയ തോതിലാണെങ്കിൽ പോലും അവിടെ നടക്കുന്നുണ്ട്. ഇന്നടക്കം അവിടെ 32 പേർ കൊല്ലപ്പെട്ടു വന്ന് ഇന്നും ആക്രമണം തുടരേണ്ട അവസ്ഥയായിരുന്നു. അവരെക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തിയുള്ളതാണ് ഹിസ്ബുള്ള എന്ന് ആലോചിക്കണം. ഹിസ്ബുള്ള സ്റ്റേറ്റ് ഇൻ ദ സ്റ്റേറ്റ് എന്നാണ് അവരെ അറിയപ്പെടുന്നത് തന്നെ. രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സൈനിക ശക്തിയും അതോടൊപ്പം തന്നെ
ആയുധ ശേഖരവും ഒക്കെ ഉള്ള സംഘടനയാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു തിരിച്ചടി ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു പൊതുരീതി ഇതുവരെയുള്ള യുദ്ധ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നേരിട്ടിട്ട് 181 ബാലിസ്റ്റിക് മിസൈലുകൾ സ്വന്തം രാജ്യത്തേക്ക് വന്നു വീണിട്ട് അതിനെ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് തിരിച്ചടി നൽകാതിരിക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഒരു വ്യോമാക്രമണം മാത്രമാണ് അവിടെ പ്രധാനമായും സാധ്യമാകുന്നത് എന്നതുകൂടി ആലോചിക്കണം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല. ഇറാഖൊക്കെ കടന്നു വേണം, ഒരു രാജ്യം തന്നെ കടന്നു വേണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം മിസൈലുകൾ വർഷിക്കാൻ. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലൊക്കെ ഒരു വ്യോമാക്രമണം ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇറാനും അത്തരമൊരു മുൻകരുതലൊക്കെ എടുത്തിട്ട് തന്നെയാവും ഇത്തരമൊരു ആക്രമണത്തിന് കഴിഞ്ഞ ദിവസം തുനിഞ്ഞത്. എന്തായാലും ഈ നിലവിൽ ഈ ആക്രമണത്തിൽ വർത്തമാനം കൊണ്ട് അല്ലെങ്കിൽ അരുത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തുനിന്നോ UN ഭാഗത്തുനിന്നോ ശക്തമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അമേരിക്ക തന്നെ ഇന്നലെ ഇറാൻ നടത്തിയ ഈ വ്യോമാക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള പ്രതിരോധത്തിന് ഞങ്ങളുടെ 2 യുദ്ധക്കപ്പലുകൾ അതിൽ കൂടി പങ്കാളിയായി എന്ന് സമ്മതിക്കുന്നു. ഫ്രാൻസ് ഇന്ന് എന്ത് വില കൊടുത്ത് ഞങ്ങൾ കൂടുതൽ സൈനികരെ ആയുധ സംവിധാനങ്ങൾ അവിടേക്ക് കേന്ദ്രീകരിക്കും, പശ്ചിമേഷ്യയുടെ സമാധാനം ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് ഫ്രാൻസ് പറയുന്നു. ഇതിൻ്റെ എല്ലാം ഫലത്തിൽ അർത്ഥം എന്ന് പറയുന്നത് ഫ്രാൻസ് ആയാലും അമേരിക്ക ആയാലും എത്തുന്നത് അവിടെ ഇറാനെ സഹായിക്കാനല്ലാതെ ഇസ്രായേലിനെ സഹായിക്കാൻ തന്നെയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് ആയുധപരമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കടുത്ത യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ നീണ്ട യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ ആണ് എന്നുകൂടി ഈ യുദ്ധവുമായി പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഇസ്രായേലിന്റെ അടുത്ത നീക്കം എന്താണ്? ഇതാണ് ഇനി ലോകത്തിന് മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇസ്രായേൽ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും വലിയ വില നൽകേണ്ടി വരും ഇറാൻ ഇന്നലത്തെ മിസൈൽ ആക്രമണത്തിൽ എന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനകം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വലിയൊരു തെറ്റാണ് ഇറാൻ ചെയ്തത് എന്ന് നെതന്യാഹു പറഞ്ഞതോടുകൂടി ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കുമെന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവന്നിരിക്കുകയാണ്. നേരത്തെ ഹമാസ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ ആക്രമണം നടത്തിയപ്പോൾ ഇതേ രീതിയിലുള്ള പ്രസ്താവന തന്നെയായിരുന്നു നെതന്യാഹു നടത്തിയത്. തൊട്ടു പിന്നാലെ ഹമാസിനെ തകർക്കുന്ന രീതിയിലേക്കുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഹിസ്ബുള്ള ഇസ്രായേലിൽ ആക്രമണം നടത്തിയപ്പോഴും ഇതേ രീതിയിലുള്ള പ്രതികരണം ഇസ്രായേലിൽ നിന്ന് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹിസ്ബുള്ളയെ തിരിച്ച് ആക്രമിക്കുന്നതിലും ഇസ്രായേൽ ഒട്ടും താമസിച്ചില്ല. അതുപോലെ തന്നെ ഇറാന്റെ ആക്രമണത്തിന് അതേ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേൽ നൽകിയാൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ UN അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് അമേരിക്ക രംഗത്തുണ്ട്. കൂടുതൽ സൈനികരെ വിന്യസിക്കും. ഇപ്പോൾ തന്നെ 40,000-ഓളം സൈനികരാണ് മധ്യപൂർവ്വ ദേശത്ത് അമേരിക്കയുടേതായി ഉള്ളത്. അതിന്റെ ശക്തി കൂട്ടുവാനും അമേരിക്ക ഒരുങ്ങുകയാണ്. എന്തായാലും അടുത്ത മണിക്കൂറുകൾ അതിനിർണായകമാണ് പശ്ചിമേഷ്യയിൽ. ഇന്നലെ രാത്രി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവ. 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് മേൽ ഇറാൻ പ്രയോഗിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്. എന്നാൽ ഇതെല്ലാം ഇസ്രായേലിന്റെ സുശക്തമായ അയൺ ഡോം തകർത്തു എന്നാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്ന വിശദീകരണം. എന്നാൽ മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്നാണ് ഇറാന്റെ വാദം. മറ്റൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വിവാദമായതോടുകൂടി ഹിന്ദു പത്രം മാപ്പ് പറഞ്ഞെങ്കിലും ഇതിന്റെ വിവാദം ഇതുവരെ അവസാനിച്ചിട്ടില്ല. PR ഏജൻസിയെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യവുമായി പ്രതിപക്ഷം ഇന്നും രംഗത്തെത്തുകയാണ്. PR ഏജൻസിയുടെ സാന്നിധ്യത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ടുള്ള അടുത്ത നീക്കമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും മൗനത്തിലാണ്. പ്രതിരോധമുയർത്തി നേതാക്കൾ പക്ഷേ രംഗത്ത് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം തീർത്തത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. മുഖ്യമന്ത്രിക്ക് നേരെ നടക്കുന്ന ആക്രമണമാണ് ഇതെന്നാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഒരു PR ഏജൻസിയുടെയും സഹായം മുഖ്യമന്ത്രിക്ക് ആവശ്യമില്ല എന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ വിശദീകരണം നൽകുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. അതേസമയത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ PR ഏജൻസിക്കെതിരെ കേസെടുത്തുകൂടെ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. സതീശന്റെ വാക്കുകൾ കേൾക്കാം, മുഹമ്മദ് റിയാസിന്റെ. മലപ്പുറം പരാമർശത്തിൽ പത്രത്തിന് തിരുത്തുവന്നതോടെ വിവാദം അവസാനിച്ചു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ഇടനില എന്തിനെന്നതിൽ സർക്കാരിന് വിശദീകരണമില്ല.
ഇന്നലെ പൊതുയോഗത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഉയരുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഒരു മാധ്യമ സ്ഥാപനത്തിന് അഭിമുഖം നൽകാൻ PR ഏജൻസി എന്തിനാണ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യം വേണമെന്ന് PR ഏജൻസി നിർദ്ദേശിച്ചത് എങ്ങനെയാണ്? അഭിമുഖ സമയത്തുണ്ടായിരുന്ന PR ഏജൻസി പ്രതിനിധികൾ ആരൊക്കെയാണ്? PR ഏജൻസിക്ക് പണം നൽകുന്നത് സർക്കാർ ഫണ്ടിൽ നിന്നാണോ? ഏജൻസിക്ക് തെറ്റുപറ്റിയെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുമോ? ഫലത്തിൽ മലപ്പുറം പരാമർശ വിവാദം മറ്റൊരു തരത്തിൽ സർക്കാരിനെ തിരിഞ്ഞുകുത്തുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ ഹിന്ദുവിൽ എഴുതി കൊടുത്ത് എങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത്, അവർക്കെതിരെ കേസെടുക്ക്. അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. വാർത്ത പ്രസിദ്ധീകരിച്ച ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രിയുടെ നീക്കം ബോധപൂർവമെന്ന് തന്നെയാണ് പ്രതിപക്ഷ ആരോപണം. ആരാണ് ഇതിന്റെ പിന്നിൽ? അതായത് ഒരു PR ഏജൻസി അഭിമുഖത്തിന്റെ കൂടെ ഇതും കൂടി കൂട്ടിച്ചേർത്തു, ഇതും കൂടി തിരികെ കയറ്റി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് അബദ്ധമല്ലല്ലോ, അത് സ്ലിപ്പ് ഓഫ് ടങ് അല്ല, അബദ്ധമല്ല, ഒന്നുമല്ല. ചെയ്തത് എന്താണ്? ഒരു ചെറിയ കാര്യമല്ല. ചെയ്തത് എന്ന് പറയുന്നത് ആ ജില്ല കേന്ദ്രീകരിച്ച് സ്വർണം വരുന്നുണ്ട് വലിയ തോതിൽ, വലിയ തോതിൽ അത് പിടിക്കപ്പെടുന്നുണ്ട്. അത്രയും പറഞ്ഞു നിർത്തിയിരുന്നെങ്കിലും മനസ്സിലാക്കാം. മുഖ്യമന്ത്രിക്ക് പ്രതിരോധമുയർത്തുന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ആവശ്യമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ എങ്ങൾക്കും അറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. ജോൺ ബ്രിട്ടാസും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് PR-ന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ നന്നായിട്ട് PR ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നില്ല, അതൊന്നും ഉണ്ടാവില്ല. വിവാദം ഈ തരത്തിലേക്ക് എത്തിയതിൽ CPM നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. പല മാധ്യമങ്ങളും അഭിമുഖത്തിന് സമീപിച്ചിട്ടും അനുവദിക്കാത്ത മുഖ്യമന്ത്രി PR ഏജൻസി വഴി എന്തിന് ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകിയെന്നതാണ് ചോദ്യം. വിശദീകരണം നൽകേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണക്കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ ഗുരുതരമായ കാര്യമാണെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഗവർണറോട് മറച്ചുവെക്കുകയായിരുന്നു. മാധ്യമങ്ങളോട് വിശദീകരിച്ച മുഖ്യമന്ത്രി ഗവർണറെ ഇരുട്ടിൽ നിർത്തുകയായിരുന്നു. ഹിന്ദു പത്രത്തിന്റെ വാർത്ത മുഖ്യമന്ത്രി നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുമാണ്. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും ഗവർണർ പറയുന്നു. Not on how much gold, something which Chief Minister has said that he possibly has not said it. That is not important. Important thing is that he has said that the money which accrues, the profits which accrue from this gold smuggling, they are being used for anti-national activities. So that to me is very serious. As Chief Minister, if in any part of the state any anti-national activities are being done, then it is his constitutional duty to keep me informed. And that is why I am taking serious exception that he is revealing it to the press and he is keeping me in dark. PR ഏജൻസി വിവാദത്തിൽ CPM-ൽ അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ ഉള്ളടക്കം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ തിരിച്ചടിയാണ് CPM-നെ ഇപ്പോൾ ആശങ്കയിലാക്കുന്ന പ്രധാന ഘടകം. കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ സഹായം തേടിയത് നാണക്കേടായി മാറിയിട്ടുണ്ടെന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ CPM-ലുണ്ട്. പല കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കാതെയും പാർട്ടി സംവിധാനങ്ങളെ അകറ്റിയും മുന്നോട്ടു പോകുന്നു എന്നാണ് വിമർശനം. സർക്കാർ സംവിധാനങ്ങളെ മറികടന്ന് മുഖ്യമന്ത്രി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ PR ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് നേരത്തെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു.
ഇത് ശരിവെക്കുന്ന വിവരങ്ങളാണ് ദ ഹിന്ദുവിലെ അഭിമുഖ വിവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം തെറ്റീർത്ത് നടപടികളിലേക്ക് കടന്ന CPM സർക്കാരിനും തിരുത്തൽ നിർദ്ദേശിച്ചിരുന്നു. അതിൽ പ്രധാനം മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തലായിരുന്നു. ഇതിനിടയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വലിയ നാണക്കേടായ PR ഏജൻസി വിവാദം മാറിക്കഴിഞ്ഞു. ഇതിൽ CPM നേതൃത്വത്തിനും അതൃപ്തിയുള്ളതായാണ് വിവരം. മുഖ്യമന്ത്രിയുടെ അഭിമുഖം രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയാണ് പാർട്ടിക്കുണ്ടാക്കിയത്. വാർത്ത തള്ളിയെങ്കിലും PR ഏജൻസിയുമായുള്ള ബന്ധം മുഖ്യമന്ത്രിയോ ഓഫീസോ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിവാദം ചർച്ച ചെയ്യും. പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് PV അൻവർ. ഇനി അതിൽ മാറ്റമുണ്ടാവുകയില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടുകെട്ടിലില്ലാത്ത നേതാക്കളെ ആയിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയുള്ള നേതാക്കൾ വന്നില്ലെങ്കിൽ പുതിയൊരു ടീമിനെ ഉണ്ടാക്കുമെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം. എന്നാൽ പുതിയ പാർട്ടിയിൽ ചേർന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അൻവർ അയോഗ്യനാകുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇതുകൂടി കണ്ടറിഞ്ഞുള്ള ഒരു പ്രവർത്തനമായിരിക്കും അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ സ്വീകരിക്കുക. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇടതുപക്ഷവുമായി സഹകരണം അവസാനിപ്പിച്ച് ഒരാഴ്ച കഴിയും മുൻപാണ് PV അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സെക്യുലർ പാർട്ടിയാകും അത്. ന്യൂനപക്ഷങ്ങൾ, മലയോര കർഷകർ, പോലീസിന്റെ പീഡനങ്ങൾക്കിരയായിട്ടുള്ളവർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ തന്നോടൊപ്പം സഹകരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ: എന്താ പറയാ, നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചൊന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല. ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും. യുവാക്കള് 21 വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ. ആ വ്യക്തിയല്ലല്ലോ. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും ആ ആദർശത്തെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിന്റെ ലീഡർ. അത് ചെറുതാകാം വലുതാകാം. അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത്. ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും PV അൻവർ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. അല്ലാതെ എന്തായാലും അധികം വൈകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നും ഇതിലും നല്ലത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുകയാണെന്നും PV അൻവർ പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മാന്യമായി സ്ഥാനമൊഴിയാൻ. മുഖ്യമന്ത്രിയാകാൻ ശേഷിയുള്ളവർ പാർട്ടിയിൽ വേറെയും ഉണ്ടല്ലോ എന്നും അൻവർ. അദ്ദേഹമാണത് ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഇനി 1.5 വർഷം 1.25 വർഷമുള്ളത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ മുഖ്യമന്ത്രിയാവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ. പാർട്ടി ആലോചിക്കണ്ടേ? എന്തുകൊണ്ടാണ് പാർട്ടി ഇതൊന്നും ആലോചിക്കാത്തത്? എന്താ ചർച്ചയ്ക്ക് എടുക്കാത്തത്? യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതല്ലേ? 6-ാം തീയതി മഞ്ചേരിയിൽ ജില്ലാതല വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ടെന്നും 1 ലക്ഷത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PV അൻവർ വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറനാട്, മഞ്ചേരി, വേങ്ങര മണ്ഡലങ്ങളിലെ വിശദീകരണ യോഗങ്ങൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. PV അൻവറിന് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുമെന്നും വിലയിരുത്തലുണ്ട്. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാൾ പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത വരും. അൻവറിനൊപ്പമുള്ളവർക്ക് പാർട്ടി രൂപീകരിക്കാം. ഈ നിയമസഭയുടെ കാലാവധിക്ക് ശേഷമേ അൻവറിന് പുതിയ പാർട്ടിയിൽ അംഗമാകാൻ കഴിയുമെന്നും നിയമജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. അൻവർ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നാലെ KT ജലീലിന്റെ നിലപാട് എന്തായിരിക്കും എന്ന കാര്യത്തിലും ഇപ്പോൾ ഏറെ ചർച്ച ഉയർന്നു വരികയാണ്. ഇന്ന് വൈകിട്ട് KT ജലീൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്നുള്ള പ്രഖ്യാപനം KT ജലീൽ നടത്തിക്കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയില്ല, ഒരു തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളും വേണ്ട എന്നും KT ജലീൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. PV അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പരിധിവരെ ജലീൽ അതിനെ അനുകൂലിച്ചുള്ള നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും PV അൻവറിനെ അനുകൂലിക്കാൻ പറ്റില്ല എന്നും KT ജലീൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം CPM ബന്ധം ഉപേക്ഷിക്കാൻ പോവുകയാണോ KT ജലീൽ എന്നതാണ്. അൻവർ തുറന്നു പറഞ്ഞതുപോലെ ചില തുറന്നു പറച്ചിലുകൾ KT ജലീലും നടത്താൻ പോവുകയാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇനി ആരോടും ബാധ്യതയില്ല എന്നാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആരോടും ഒരു ബാധ്യതയും ഇനിയില്ല, ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യവും ഇല്ല എന്നാണ് KT ജലീൽ പറയുന്നത്. KT ജലീലിന്റെ വാക്കുകളിലേക്ക് ഇന്ന് വൈകിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. അല്ല, 10-20 വർഷമായല്ലോ. മരിക്കുന്നത് വരെ നമ്മൾ സ്ഥാനത്തിരിക്കാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അസംബ്ലിയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ കിടന്ന് മരിക്കാമെന്നും നമ്മളാർക്കും വാക്ക് കൊടുത്തിട്ടില്ല.
പറയുന്നത് നമ്മൾ പ്രാവർത്തികമാക്കണം. പലരും എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നത് വരെ എല്ലാവരും പറയും. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ലോകാവസാനം വരെ ഇത് തനിക്ക് വേണമെന്ന് വാദിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ഘോര സമരവും ചെയ്യുകയും ചെയ്യും. പുതിയ ആളുകൾ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആവണ്ട എന്റെ ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, BJP-യോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരാളോടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്റെ നിലപാടുകളാണ് ഞാൻ പറയുക, എന്റെ ബോധ്യങ്ങളാണ് ഞാൻ 4:30 മണിക്ക് വെളിപ്പെടുത്തുക. PV അൻവറിന്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ചില അഭിപ്രായങ്ങളോട് ശക്തമായ വിയോജിപ്പുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, പാർട്ടിയോട് മാത്രമല്ല, എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് പ്രതിബദ്ധതയില്ല, മറ്റൊരു മതസംഘടനയോടും എനിക്ക് പ്രതിബദ്ധതയില്ല. അതുപോലെ CPIM-നോടും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. ഇനി മേലിൽ ഇപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ട് എന്ന് വരുമ്പോഴാണല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ 4:30 മണിക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. അതെ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ ഞാൻ യോജിക്കുകയാണോ വിയോജിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് പറയും. CPIM സഹയാത്രികനായി തുടരാനാണ് എന്റെ ആഗ്രഹം. പാർട്ടി പറയുന്നത് വരെ, പാർട്ടി എന്നോട് ആവശ്യപ്പെടുന്നത് വരെ എന്റെ സേവനം ഞാൻ കൊടുക്കും. ഞാൻ എവിടെയും ഇടിച്ചു കയറി ചെന്നിട്ട് എന്റെ സേവനം കൊടുത്തിട്ടില്ല, ആർക്കും നൽകിയിട്ടില്ല, ഇനിയും അത് നൽകൂല. ജലീലിന്റെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം ജോൺ ബ്രിട്ടാസ് ആണ് ഇന്ന് പ്രകാശനം ചെയ്തത്. ഇടതുപക്ഷത്തെ ശക്തനായ പോരാളിയാണ് KT ജലീൽ എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ജലീലിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് വിവാദം മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ചടങ്ങിൽ പങ്കെടുക്കാനായത് അംഗീകാരമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പുസ്തകം ഞാൻ കണ്ടു. ഉദ്യോഗം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് ആരും ഉദ്യോഗമില്ല. എന്നെ നിങ്ങൾ പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു പരിപാടിക്ക് വരുന്നുണ്ടെന്നോ. ഇടതുപക്ഷ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായ ഒരു പോരാളിയാണ് ശ്രീ KT ജലീൽ. അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിൽ എത്തുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയൊരു അംഗീകാരവും ആദരവാണ്. പുസ്തക പ്രകാശന ചടങ്ങിൽ ചില കാര്യങ്ങൾ KT ജലീൽ പറയുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നുമുണ്ട് തന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കും എന്ന്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഒരു കാര്യം അദ്ദേഹം പ്രധാനമായും പറയുന്നുണ്ട്, ഇനി ആരുമായും ബാധ്യതയില്ല എന്ന്. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുകയാണല്ലോ. 20 വർഷത്തെ ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ പോകുന്നു KT ജലീൽ എന്ന കാര്യമാണല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ, ഇക്കാര്യത്തിൽ ജലീൽ ഒരു സസ്പെൻസ് നിലനിർത്തുന്നു എന്നത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ജലീൽ PV അൻവറിന്റെ വഴിയേ അല്ല എന്ന് നേരത്തെ ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് തനിക്ക് CPM-മായി ഇപ്പോൾ ബാധ്യതയൊന്നുമില്ല എന്ന നിലപാടെടുക്കുന്നതിലൂടെ KT ജലീൽ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ത് എന്നത് സ്വാഭാവികമായും അഭ്യൂഹം നിറയുന്നു. ഇന്നത്തെ ഈ പുസ്തക പ്രകാശനത്തിൽ തന്നെ അദ്ദേഹം അത്തരത്തിലൊരു വ്യക്തത വരുത്തുമെന്ന് കരുതിയെങ്കിൽ കൂടിയും അതുണ്ടായിട്ടില്ല. 4:30 അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. സ്വാഭാവികമായും ജലീൽ തൻ്റെ നിലപാടുകൾ തുറന്നു പറയുകയാണ്. ഇനി പാർലമെന്ററി രംഗത്തേക്കില്ല, CPM-മായോ മുഖ്യമന്ത്രിയുമായോ മറ്റു ബാധ്യതകളില്ല എന്ന് പറയുമ്പോൾ ജലീൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്ത് എന്നത് വളരെ പ്രസക്തമാണ്. കാരണം PV അൻവർ നേരത്തെ ഉന്നയിച്ച ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് ജലീൽ. പക്ഷേ പിന്നീട് അങ്ങോട്ട് അൻവറിനൊപ്പം ജലീലിനെ കണ്ടില്ല, കൂടുതൽ പരസ്യ നിലപാടുകൾ സ്വീകരിച്ചില്ല, ആർജവമുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമിക്കുന്ന ശൈലിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ജലീലിനും ചില വിമർശനങ്ങളുണ്ട് എന്ന തോന്നൽ അദ്ദേഹം ഉളവാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും 4:30 മാധ്യമങ്ങളെ കാണുമ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ജലീൽ തയ്യാറാകുമോ, അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമോ എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടിയുള്ളത്, KT ജലീൽ, PV അൻവറൊക്കെ ഉൾപ്പെടുന്ന ഒരു ശ്രേണി, അതായത് CPM-ലെ സ്വതന്ത്ര MLA-മാരുടെ ഒരു ശ്രേണി രൂപപ്പെടുന്നു. അതിൽ ഒരു പുതിയ കൂട്ടായ്മ രൂപപ്പെടുന്നു.
അനുഭവപ്പെടുന്നു എന്നതൊക്കെ നേരത്തെ ചില അഭ്യൂഹങ്ങളായി പുറത്തു വന്നതാണ്. അത്തരമൊരു നീക്കത്തിന് KT ജലീൽ നിൽക്കുമോ, അത്തരം സാധ്യതകൾ ഉണ്ടോ എന്നതും പ്രസക്തമാണ്. എന്തായാലും ജലീൽ നിലനിർത്തുന്ന സസ്പെൻസ് അത് സ്വാഭാവികമായും CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ പ്രസക്തമാണ്. എന്തായാലും ജലീൽ തുറന്നു പറയാൻ പോകുന്ന ചില കാര്യങ്ങളെങ്കിലും CPM-നെ ആശങ്കപ്പെടുന്നുണ്ട്. PV അൻവറിന് പിന്നാലെ അല്ലെങ്കിൽ അൻവറിനോടൊപ്പം വന്നില്ലെങ്കിൽ പോലും ജലീൽ അത്തരം ചില പ്രസ്താവനകളോ നീക്കങ്ങൾക്കോ തയ്യാറായെങ്കിൽ അത് CPM-ന് മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും CPM ഉറച്ചു വിശ്വസിക്കുന്നു ജലീൽ തങ്ങൾക്കൊപ്പമാണ്. മുഖ്യമന്ത്രിയെയോ CPM-നെ കടന്നാക്രമിക്കുന്ന നീക്കങ്ങളൊന്നും ജലീൽ നടത്തില്ല എന്നതാണ് CPM കേന്ദ്രം. അത് മാത്രമല്ല, ഇന്ന് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നുവല്ലോ. എന്നിട്ട് കൂടി ജോൺ ബ്രിട്ടാസ് ഇന്ന് ജലീലിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും ജലീൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതിലുള്ള നിലപാടും താൻ പറയുമെന്ന് ജലീൽ പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളിലും അൻവറുമായി യോജിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങൾ എന്തായാലും ജലീലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണല്ലോ. തീർച്ചയായും ജലീലിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് എത്ര കണ്ട് CPM-നെതിരെ കടന്നാക്രമിക്കുന്നതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യം വയ്ക്കുന്നതാണോ, പോലീസിങ്ങുമായി ബന്ധപ്പെട്ടതാണോ, അത് സ്വാഭാവികമായും ചോദ്യമായി അവശേഷിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജലീലിന് ചില വിമർശനങ്ങളുണ്ട്. അത് ജലീൽ നേരത്തെ തന്നെ ഈ PV അൻവറിൻ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ നീക്കങ്ങളുടെ തുടർച്ചയായി അത്തരം ചില സൂചനകൾ അദ്ദേഹവും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരം സാധ്യതകൾ തീർച്ചയായും നിലനിർത്തി തന്നെയാണ് ഇപ്പോൾ ജലീലിൻ്റെ നീക്കവും പോകുന്നത്. ജലീൽ എന്തായാലും ചില കാര്യങ്ങൾ മറച്ചുവെച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് 4:30 തുറന്നു പറയുന്നു എന്ന് പറയുന്നത് CPM-നെ അമ്പരപ്പിക്കുന്നതാണ്. അത് ആകാംക്ഷയെ തന്നെ നിലനിർത്തുകയും ചെയ്യുകയാണ്. ശരി സജിത്ത്, എന്തായാലും 4:30 ജലീലിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ജലീൽ കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് എത്രമാത്രം CPM-നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്, സർക്കാരിന് എത്രമാത്രം പ്രതിരോധം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ഇക്കാര്യമാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. എന്തായാലും തുറന്നു പറച്ചിൽ എന്ന വാക്ക് തന്നെയാണ് ജലീൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വെളിപ്പെടുത്തൽ ഉണ്ട് എന്നുള്ള കാര്യവും KT ജലീൽ പറയുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെയുള്ള DGP-യുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിന് നൽകും. DGP-യുടെ അന്വേഷണം അവസാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് DGP. വ്യാഴാഴ്ചയാണ് റിപ്പോർട്ട് നൽകേണ്ട അവസാന ദിവസം. പക്ഷേ അതിന് മുൻപ് തന്നെ ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറുവാനുള്ള സാധ്യതയും ഉണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ADGP-ക്ക് പങ്കുണ്ടെന്ന വിവാദവും DGP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന ശക്തമായ നിലപാടിലാണ് CPI-യെ പോലുള്ള ഘടകകക്ഷികൾ. അതേസമയം CPI ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. ഇപ്പോഴുള്ളത് കാലതാമസമാണ്, അത് പക്ഷേ സഹിക്കാവുന്നതാണ്. പക്ഷേ ഈ കാലതാമസത്തിനും ഒരു പരിധിയുണ്ട് എന്നാണ് CPI പറയുന്നത്. ADGP-യെ മാറ്റുന്നതിലെ കാലതാമസം സഹിക്കുന്നതിന് പരിധിയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രകാശ് ബാബുവാണ്. DGP അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ADGP-യെ മാറ്റിയേ പറ്റൂ എന്ന് ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ K പ്രകാശ് ബാബു പറയുന്നു. അതിന് അന്വേഷണ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. ADGP-യെ മാറ്റുന്നതിനുള്ള നടപടിക്രമത്തിനുള്ള കാലതാമസമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം വൈകുന്നതിന് പിന്നിൽ എന്നാണ് CPI ഇപ്പോൾ കരുതുന്നത്. എന്നാൽ ആ കാലതാമസത്തിനും പരിധിയുണ്ട്. അത് കടന്നാൽ CPI കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്ന് K പ്രകാശ് ബാബു പറഞ്ഞു. ന്യൂസ് 18 Q18-ലായിരുന്നു പ്രകാശ് ബാബുവിന്റെ ഈ രീതിയിലുള്ള കടുത്ത പ്രതികരണം വന്നത്. DGP-യുടെ റിപ്പോർട്ട് വരുന്നു ഈ വിഷയങ്ങളെ. എന്താണ് CPI പ്രതീക്ഷിക്കുന്നത് ആ റിപ്പോർട്ട്? ഞങ്ങൾ റേസ് ചെയ്ത വിഷയം പൊളിറ്റിക്കൽ ഇഷ്യൂയാണ്. അതിന് ഒരു DGP-യുടെയും റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അത് വളരെ കൃത്യമായി ഞങ്ങളെല്ലാവരും അത് ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ രഹസ്യമായി സന്ദർശിച്ച് അവരുമായിട്ട് അഭിപ്രായം കൈമാറി എന്നുള്ളതാണ് ഞങ്ങൾ റേസ് ചെയ്ത വിഷയം. അങ്ങനൊരു രഹസ്യ സന്ദർശനത്തിൻ്റെ ആവശ്യം LDF ഗവൺമെൻറ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ല. അത് തെറ്റാണ്, അയാൾ ചെയ്തത് തെറ്റാണ്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് അയാൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. RSS നേതാക്കളെ സന്ദർശിച്ച ADGP
ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കാൻ വേണ്ട. അത് ആ പോസ്റ്റിൽ നിന്നേ മാറ്റുക, ആ ചുമതലയിൽ നിന്നേ അദ്ദേഹത്തെ മാറ്റുക. അത് അന്വേഷണത്തിൽ കൂടി മാറ്റേണ്ടുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണ്, അജിത് കുമാറിനെ കയ്യും കാലും കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണെന്ന് PV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മണിക്കൂറുകളോളം. പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി എന്തെങ്കിലും പിന്നീട് കോടതി കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി എടുത്ത നടപടിയെ റദ്ദു ചെയ്യും. അതുകൊണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ നടപടിക്രമങ്ങളിൽ കൂടി പോകുന്നതിന് വേണ്ടി സമയമെടുക്കുന്നു. ആ സമയമെടുക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലതാമസം. ആ കാലതാമസത്തിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് ആ കാലതാമസമാണ് സംരക്ഷണമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളതിനെ ഞാൻ കാലതാമസമായിട്ടേ കാണുന്നുള്ളൂ, സംരക്ഷണമായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഒരു ലിമിറ്റുണ്ടല്ലോ, ആ ലിമിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ആയാലും അത് നടപ്പിലാക്കി വെക്കും. ആ കാലതാമസം ഈ DGPയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഈ വിഷയത്തിനകത്ത് ഒരു പരാമർശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നടപടി ഉണ്ടാകുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാലതാമസം അല്ല ഇനിയുള്ളത് എന്ന് പറയാൻ CPI മുന്നോട്ട് വരും. DGPയുടെ റിപ്പോർട്ടും മുഖ്യമന്ത്രി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും കൂടെ കണ്ടിട്ട് നമുക്ക് ഒരു അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാം. ADGPയെ മാറ്റിയേ പറ്റൂ എന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴുള്ളത് നടപടിക്രമങ്ങളിലെ ഒരു കാലതാമസം എന്നാണ് CPIയുടെ വാദം. പക്ഷേ അത് പിന്നീട് കാലതാമസം കൂടിയാൽ അത് സഹിക്കാൻ പറ്റുന്നതല്ല, അതിനൊരു പരിധിയുണ്ട് എന്നാണ് CPIയുടെ നിലപാട്. ADGPയെ മാറ്റും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് CPI ഇപ്പോൾ ഉള്ളത്. K. പ്രകാശ് ബാബുവുമായിട്ട് സംസാരിച്ച് അപർണ കുറുപ്പ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അപർണ, എന്തായാലും ഇക്കാര്യത്തിൽ CPI കടുത്ത നിലപാടിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉടൻ തീരുമാനമുണ്ടാകുവാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുകയാണല്ലോ. DGPയുടെ റിപ്പോർട്ട് വൈകില്ല. ആ റിപ്പോർട്ട് പരിഗണിച്ച് മിക്കവാറും ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റുവാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ പ്രകാശ് ബാബുവിന്റെ വാക്കുകളിൽ അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഒരു ഉറപ്പ് കിട്ടിയ രീതിയിലുള്ള പ്രതീതിയാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. തീർച്ചയായിട്ടും മഞ്ജുഷ്, അപ്പോഴും CPI പറയുന്നത് ഈ DGPയുടെ റിപ്പോർട്ടിലേക്ക് CPI ഉറ്റുനോക്കുന്നതേയില്ല. ആ DGPയുടെ അന്വേഷണം നടക്കുന്നത് ചട്ടലംഘനമടക്കം തൃശ്ശൂർ പൂരത്തിലെ ക്രമക്കേടടക്കമുള്ള ചട്ടലംഘനങ്ങളിലുള്ള അന്വേഷണമാണ്. അതായത് ഈ അന്വേഷണം ഉണ്ടാകട്ടെ, അന്വേഷണം ഇല്ലാതിരിക്കട്ടെ, അന്വേഷണ റിപ്പോർട്ട് എന്താണെങ്കിലും ADGPയെ മാറ്റുക എന്നുള്ളത് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അത് ഇടത് മുന്നണി സ്വീകരിക്കേണ്ട പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതായത് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം ADGP അഡ്മിറ്റ് ചെയ്ത ആ സാഹചര്യത്തിൽ തൊട്ട് ഇടത് മുന്നണിക്ക് അഭികാമ്യനല്ലാതായി മാറിയിരിക്കുന്നു ആ ADGPയെ വിശ്വസിക്കാൻ ഇടത് സർക്കാരിന് കഴിയുകയില്ല. അതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. അപ്പോൾ DGPയുടെ അന്വേഷണവുമായിട്ട് CPI പറയുന്ന ഈ പൊളിറ്റിക്കൽ തീരുമാനത്തിന്, പൊളിറ്റിക്കൽ നിർദ്ദേശത്തിന് ബന്ധമേ ഇല്ല എന്ന് പ്രകാശ് ബാബു പറയുന്നത് നേരത്തെ മഞ്ജുഷ് പറഞ്ഞ പോലെ ആ ഒരു ആത്മവിശ്വാസം CPIക്കുണ്ട്. പക്ഷേ CPI അപ്പോഴും പറയുന്നുണ്ട് ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധി CPI കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ DGPക്കല്ല, പകരം മുഖ്യമന്ത്രിക്കാണ് എന്ന് വേണമെങ്കിൽ പരോക്ഷമായിട്ട് പറയാം. മുഖ്യമന്ത്രി എന്തുകൊണ്ട് കാലതാമസം എടുക്കുന്നു? മുഖ്യമന്ത്രി എടുക്കുന്നത് നടപടിക്രമങ്ങളിലുള്ള സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. സെൻകുമാറിന്റെ വിഷയമാണ് CPI ഉന്നയിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിക്രമം. പക്ഷേ ആ നടപടിക്രമം അനുസരിച്ച് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നതിനും വൈകലാണ് ഉണ്ടാകുന്നതെങ്കിൽ CPI കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരും. അപ്പോഴും CPI പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി CPIയുടെ വാക്കുകൾ പരിപൂർണമായും തള്ളിക്കളഞ്ഞിട്ടില്ല, തള്ളിക്കളയുകയില്ല എന്ന് തന്നെ ഉള്ളതാണ്. ചില കാലതാമസം ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്ത് കൃത്യമായ സന്ദേശം അവിടെയുണ്ട്. DGPയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് കടക്കേണ്ടതായിട്ട് വരും. ഇടതു മുന്നണി ഒന്നടങ്കം പറയുന്നത് അതാണ്. ആ ഒരു ആത്മവിശ്വാസം CPIക്കുണ്ട്. മഞ്ജുഷ്, ശരി, DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഏത് സമയത്ത് വേണമെങ്കിലും സർക്കാരിന് കിട്ടാം. പക്ഷേ ആ റിപ്പോർട്ടിനെ CPI പ്രസക്തമായി കാണുന്നില്ല എന്നാണ് K. പ്രകാശ് ബാബു പറയുന്നത്. ഉടൻ തന്നെ ADGPക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് CPIക്കുള്ളത്. അതുണ്ടായില്ലെങ്കിൽ ഈ കാലതാമസത്തിന് ഒരു പരിധിയുണ്ട്, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് CPI ഇപ്പോഴുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. CPM-CPI സംഘർഷവും പാർട്ടി മാറ്റവും പതിവായ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ AIYF മുൻ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ CPMലേക്ക് വരികയാണ്. വെഞ്ഞാറമൂട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് തർക്കങ്ങളാണ് വീണ്ടും പാർട്ടി മാറ്റത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. CPM പ്രാദേശിക പ്രവർത്തകരുടെ എതിർപ്പ് മറികടന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കമെന്നും ആരോപണമുണ്ട്. ഇതിനെതിരെ ഒരു വിഭാഗം CPM പ്രവർത്തകർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് ഒരിടത്തുമില്ലാത്ത തരത്തിൽ CPM-CPI തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ് വെഞ്ഞാറമൂട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും CPM-ഉം CPI-യും പലതവണ പരസ്പരം മത്സരിച്ച പ്രദേശം. ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയും നിരവധി രാഷ്ട്രീയ സംഘടനകളാണ് വെഞ്ഞാറമൂട്ടിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുണ്ടായിട്ടുള്ളത്.
കൊലപാതക ശ്രമത്തിനും വീടുകയറി ആക്രമണത്തിനും പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തതിനും നിരവധി കേസുകൾ ഇരു പാർട്ടികളിലെയും പ്രവർത്തകർക്കെതിരെയുണ്ട്. ഈ കേസുകൾ നിലനിൽക്കെ തന്നെയാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം ഇടപെട്ട് പാർട്ടി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരുന്നത്. ശക്തമായ അമർഷം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അടക്കം ഉയർന്നിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് വരെ AIOF-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായിരുന്ന RS ജയൻ പാർട്ടി മാറി പഴയ തട്ടകത്തിലേക്ക് തിരിച്ചു വരികയാണ്. വെഞ്ഞാറമൂട് മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന D സുനിലാണ് പാർട്ടി വിടുന്ന മറ്റൊരു പ്രമുഖൻ. CPM-ന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന സുനിൽ CPI-യിൽ ആയിരിക്കെ CPM നേതാക്കൾക്കും മുരളി MLA-ക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ്. ഇയാളെ ഒരു കാരണവശാലും പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരരുതെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ CPM പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ഇയാൾക്കെതിരെ പല കാലങ്ങളിലായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പരാതി. പാർട്ടി നടപടിയെടുത്തവരെ CPM സ്വീകരിക്കുന്നതിൽ CPI നേതൃത്വത്തിനും എതിർപ്പുണ്ട്. ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ബാങ്കിനെതിരായി അല്ലെങ്കിൽ LDF നേതൃത്വം കൊടുക്കുന്ന ബാങ്കിനെതിരായി അതിനകത്തുള്ളവർക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. CPI ശാന്തമായൊരു പാർട്ടിയാണ്. ബഹളങ്ങളും അധികാരത്തിൻ്റെ ഒരു തിമിർപ്പൊന്നുള്ള ഒരു പാർട്ടിയല്ല. അത് അതിനൊരു ശാന്ത സ്വഭാവമുണ്ട്. സുനിലിനെ പോലെ ആളിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അതാണ് സുനിൽ ഇപ്പോൾ ജയനോടൊപ്പം ചേർന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അവരെടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. അവരെടുക്കില്ല എന്നാണ് എന്നോട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളൊക്കെ പറഞ്ഞു. കാര്യം അത്രയേറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് സുനിൽ പുറത്തേക്ക് വന്നത്. പ്രതിഷേധങ്ങൾ അവഗണിച്ച് CPI-യിൽ നിന്ന് വിട്ടുവരുന്നവരെ സ്വീകരിക്കാൻ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് CPM. വെള്ളിയാഴ്ച വെഞ്ഞാറമൂട്ടിലാണ് സമ്മേളനം. ന്യൂസ് 18 തിരുവനന്തപുരം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുവാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് സിദ്ദിഖ് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയത്. അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ എറണാകുളത്തെ ഓഫീസിലായിരുന്നു സിദ്ദിഖിന്റെ കൂടിക്കാഴ്ച. സിദ്ദിഖിനെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യണോ എന്നതിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഇക്കാര്യത്തിൽ സിദ്ദിഖിന്റെ നീക്കങ്ങളും വളരെ പെട്ടെന്നാണല്ലോ. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്ന് കോടതിയെ അറിയിച്ചാൽ അത് സ്ഥിരമായിട്ട് ജാമ്യം കിട്ടുന്നതിന് സഹായകരമാകും. ഈ ഒരു നിയമോപദേശമാണല്ലോ സിദ്ദിഖിനുള്ളത്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയത്തിലാണല്ലോ. നോട്ടീസ് അയക്കണോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ലല്ലോ ഇപ്പോൾ. ശരിയാണ് മഞ്ജുഷ. കാരണം സുപ്രീം കോടതിയിൽ നിന്നും ഈ വിധി പകർപ്പ് ലഭിച്ച ശേഷമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നായിരുന്നു. അതായത് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമോ അല്ലെങ്കിൽ എപ്പോൾ ഹാജരാകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുമെന്നായിരുന്നു അന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ താമസമുണ്ടാകുന്നു. മാത്രമല്ല ഏത് സമയത്തും അന്വേഷണ സംഘവുമായി സഹകരിക്കണം എന്ന കണ്ടീഷൻ സുപ്രീം കോടതി വെച്ചിരുന്നു. വിചാരണ കോടതിക്ക് മറ്റ് നിബന്ധനകൾ, ജാമ്യ നിബന്ധനകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ ഇത് കൃത്യമായി സുപ്രീം കോടതി എടുത്തു പറയുകയുണ്ടായി. ഏത് സാഹചര്യത്തിലാലും അന്വേഷണ സംഘവുമായി സഹകരിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടാകണം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ആദ്യം തുടർന്ന് പിറ്റേ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന് ശേഷം വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ തുടരുന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിഭാഷകരുമായി അദ്ദേഹം നിയമോപദേശം തേടുന്നുണ്ട്. ഇവിടുത്തെ ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ നിയമോപദേശം കഴിഞ്ഞ ദിവസം തേടാൻ സിദ്ദിഖും മകനും എത്തിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അഭിഭാഷകർ പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്ര നേരം അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കാരണം അങ്ങോട്ടേക്ക് പോയതൊക്കെ അഭിഭാഷകരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ജാമ്യവുമായി ബന്ധപ്പെട്ട്, അതായത് നിരന്തരം അന്വേഷണ സംഘവുമായി സഹകരിക്കുന്ന ഒരാൾക്ക് അത് ജാമ്യ വ്യവസ്ഥകൾ തുടരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ അത് ജാമ്യത്തിൽ തന്നെ തുടരാനുള്ള ഒരു ഇളവ് ലഭിച്ചേക്കാം എന്നൊരു ഉപദേശം കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജുഷ, ശരി, ഇന്ന് മിക്കവാറും സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ ഇക്കാര്യത്തിലൊരു ഉറപ്പ് ഇതുവരെ വന്നിട്ടില്ല.
56 വർഷം മുൻപ് ലഡാക്കിൽ മഞ്ഞുമലയിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം 2 ദിവസത്തിനകം പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിലെത്തിക്കും. നാളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൊണ്ടുവരുന്ന മൃതദേഹം സംസ്ഥാന സർക്കാർ പ്രതിനിധികളും സൈനിക ഉദ്യോഗസ്ഥരും ഏറ്റുവാങ്ങും. 1968 ഫെബ്രുവരി 7-നാണ് തോമസ് ചെറിയാനും 102 സൈനികരും സഞ്ചരിച്ച വിമാനം മഞ്ഞുമലയിൽ അപകടത്തിൽപ്പെട്ടത്. അന്ന് 22 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം ചണ്ഡീഗഡിൽ എത്തിച്ച ശേഷം നടപടികൾ പൂർത്തിയാക്കി 2 ദിവസത്തിനകം നാട്ടിലെത്തിക്കുമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ഇതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. ഇന്നലെയാണ് തോമസ് ചെറിയാന്റെ ചിത്രം സൈനിക ഉദ്യോഗസ്ഥർ ബന്ധുക്കൾക്ക് അയച്ചു നൽകിയത്. 56 വർഷം മുമ്പ് നഷ്ടമായ തോമസ് ചെറിയാന്റെ ചിത്രം നിറമിഴികളോടെയാണ് സഹോദരൻ തോമസ് തിരിച്ചറിഞ്ഞത്. 22ാമത്തെ വയസ്സിൽ സൈനിക പരിശീലനം പൂർത്തിയാക്കി ആദ്യ നിയമനം ലഭിച്ച സ്ഥലത്തേക്ക് വിമാനത്തിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ദൈർഘ്യമേറിയ ദൗത്യത്തിലൂടെയാണ് സൈന്യം മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയത്ത് വീണ്ടും പ്രസ് ക്ലബിന്റെ മതിൽ KSRTC ബസ് തകർത്തു. സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സാണ് പുറകോട്ടിറങ്ങി മതിൽ തകർത്തത്. റോഡിൽ വാഹനമില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. തിങ്കളാഴ്ച എറണാകുളം വല്ലാർപാടത്തുണ്ടായ ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു. ബ്രേക്ക് നഷ്ടമായെന്ന് ഡ്രൈവർ വിളിച്ചു പറയുന്നതും കേൾക്കാം. തിങ്കളാഴ്ച നടന്ന വാഹനാപകടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ ബ്രേക്ക് ഇല്ല എന്ന് ഡ്രൈവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതും നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും കേൾക്കാൻ കഴിയും. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംഭവം നടന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു. ഗോശ്രീ പാലമിറങ്ങി വല്ലാർപാടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു. ഈ സമയത്താണ് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ അറിയുന്നതും ഉടൻ തന്നെ ഡ്രൈവർ ഉച്ചത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരും വളരെ ഭയപ്പാടോടുകൂടി നിലവിളിക്കുന്നതും കരയുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി അറിയാൻ കഴിയും. ഉടൻ ഈ അമിത വേഗതയിലായിരുന്ന ഈ ബസ് തൊട്ടു മുന്നിൽ പോയ ആംബുലൻസിനെ ഇടിച്ചു തെറിപ്പിച്ചു. ആംബുലൻസിൽ രോഗിയുമായി, നട്ടെല്ലിന് ക്ഷതമേറ്റ രോഗിയുമായി വരുന്ന ആംബുലൻസ് ആയിരുന്നു. ഈ ആംബുലൻസിനെയും ഒപ്പം ഈ ബസിന്റെ തന്നെ മുന്നിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനം, അതിലൊരു യുവതിയും യുവാവുമായിരുന്നു, അവരെയും ഈ ബസ് ഇടിച്ചു തെറിപ്പിക്കുന്നു. ഉടൻ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി അറിയാൻ കഴിയും. ആ ഓട്ടോ, അത് സംയോജിതമായി ആ ഓട്ടോ വഴി മാറിയത് കൊണ്ട് മാത്രമാണ് ആ ഓട്ടോയെ ഇടിക്കാതെയും വലിയൊരു അപകടം ഒഴിവായതും. ഈ ബസ് നിർത്താൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടാണ് നേരെ പാർക്ക് ചെയ്തിരുന്ന സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് ബസ് ഇടിച്ചു കയറ്റിയത്. പിന്നീട് നാട്ടുകാരാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഡ്രൈവർ അടക്കം 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡ്രൈവറെ മുൻഭാഗത്ത് നിന്നും ബസ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തേക്ക് എത്തിച്ചത്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ രീതിയിൽ അപകടമുണ്ടായി എന്ന് തോന്നും. പക്ഷേ ആശ്വാസം എന്നോണം യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ വലിയ അപകടങ്ങളൊന്നുമില്ല. ചെറിയ നിസാര പരിക്കുകളോടു കൂടി കൊച്ചിയിലെ വിവിധ ആശുപത്രികളിൽ ഇവർ ചികിത്സയിലാണ്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ പുറത്തു വന്നതോടുകൂടി വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു അപകടമാണ് വല്ലാർപാടം ഭാഗത്ത് നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ അപകട സമയത്ത് തന്നെ സമീപ പ്രദേശത്തുകൂടി പോയിരുന്ന ആളുകളും നാട്ടുകാരും ചേർന്നാണ് ഇതിലെ രക്ഷാപ്രവർത്തനം നടത്തിയത്. എറണാകുളം വല്ലാർപാടത്ത് തിങ്കളാഴ്ചയായിരുന്നു ഈ അപകടം. ഓണം ബമ്പർ നറുക്കെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തവണ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ്. അവസാന റൗണ്ട് വിൽപ്പന ഇപ്പോൾ പൊടിപൊടിക്കുകയാണ്. ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റത് പാലക്കാടാണ്. ഭാഗ്യ അന്വേഷികളുടെ വിശേഷങ്ങൾ കാണാം.
ഓണം ബമ്പർ ഭാഗ്യക്കുറി ഇനി നറുക്കെടുക്കാൻ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 9-ാം തീയതിയാണ് നറുക്കെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കച്ചവടം പൊടി പൊടിക്കുകയാണ്. ഇത്തവണയും നിരവധി ആളുകൾ ഇത്തരത്തിൽ ലോട്ടറി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് ലോട്ടറി കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഓണം ബമ്പർ? ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ബുധനാഴ്ച 9-ാം തീയതി, ഒക്ടോബർ 9-ാം തീയതിയാണ് ഇതിന്റെ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ് നടക്കുന്നത്. ഇപ്രാവശ്യം 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് ഭാഗ്യശാലിക്ക്. അപ്പോൾ ആൾക്കാരെ എല്ലാവരും അതിന്റെ ഒരു പ്രൈസ് മണി സ്വന്തമാക്കാനുള്ള ആവേശത്തോടെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? പൊതുവെ ആളുകൾ കച്ചവടം വളരെ നന്നായിട്ട് പോകുന്നു. ലാസ്റ്റ് മൊമെന്റിലേക്ക് വരുമ്പോൾ ആളുകൾ എടുക്കുന്നത് കൂടും. അവസാന സമയത്തോടെ അടുക്കുമ്പോഴേക്കാണ് ആൾക്കാർ ഇതിലേക്ക് കൂടുതലായിട്ട് അടുത്തു വരുന്നത്. പ്രൈസ് മണി സ്വന്തമാക്കാനുള്ള ആവേശത്തോടെ അവർ കടന്നു വരും. ഇപ്പൊ KSRTC ബസ് സ്റ്റാൻഡ് അല്ലേ, സ്വാഭാവികമായിട്ടും നമ്മുടെ ജില്ലയിൽ അല്ലാത്ത ആളുകളൊക്കെ വന്ന് പുറത്തുനിന്ന് എടുക്കുന്നു. അതെ, വരും. എല്ലാ ജില്ലയിലും ഭാഗ്യം തേടി വരുന്നവരുണ്ട്. ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരും. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കാനായിട്ട് അവർക്കൊരു ആവേശവും ഒരു ആഗ്രഹവും ഉണ്ട്. അങ്ങനെ തമിഴായ സഹോദരങ്ങളും എല്ലാവരും വരും ടിക്കറ്റ്. ഇതിപ്പോ ടൂറിസ്റ്റ് സീസൺ കൂടിയാണ് ആലപ്പുഴയിൽ, അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. വള്ളംകളി കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായി നിരവധി ആൾക്കാർ വരുമായിരുന്നു. അത് ടിക്കറ്റ് എടുക്കുമായിരുന്നു. എടുത്ത ടിക്കറ്റുകൾ മുഴുവൻ എങ്ങനെയുണ്ട്? വിറ്റ് പോകുന്നുണ്ട്. ഇനിയിപ്പോ അവസാന സമയത്തോടെ എടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ ആവശ്യക്കാർ വരും. 56,74,000 പരം ടിക്കറ്റുകൾ ഇതുവരെ വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വേറൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. ചേട്ടൻ തൊട്ടടുത്ത് ലോട്ടറി കട ഓണം ബമ്പർ എടുത്തോ? ഇല്ല. ഭാഗ്യപരീക്ഷണത്തിലില്ല. എടുക്കുന്ന ആളായിരുന്നോ? ബമ്പർ എടുക്കില്ല. എന്നാ ലോട്ടറി എടുക്കുകയും ബമ്പർ എടുക്കുകയും ചെയ്യുന്ന ലോട്ടറിയിലെ രാജാവല്ലേ ബമ്പർ? സാമ്പത്തിക പ്രശ്നം കൊണ്ടാണല്ലേ? അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ഇട്ടൊക്കെ എടുക്കുന്നുണ്ടോ? ബമ്പർ എടുക്കില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ലോട്ടറി എടുക്കും, പക്ഷെ ബമ്പർ എടുക്കില്ല. ബമ്പറിന്റെ തുക, ടിക്കറ്റിന്റെ ചാർജ് വർധനവ് ആണ് എടുക്കാത്തതിന് കാരണം എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് തവണത്തെ ലോട്ടറി കച്ചവടമൊക്കെ? ബമ്പർ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ബുധനാഴ്ചയല്ലേ, ഇനിയിപ്പം തുടക്കത്തിൽ എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? ഇപ്പോഴത്തെ തുടക്കത്തിൽ ഇത്തിരി മൗനമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരുമാതിരി കച്ചവടം നടക്കുന്നുണ്ടല്ലേ? ആളുകള് ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡ് ആവുന്ന പുറമെ പുറത്തുനിന്നൊക്കെ ഒത്തിരി പേര് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. നമ്മുടെ ടിക്കറ്റുകൾ 10, 12, 15 ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഏതെങ്കിലും പുറത്തുള്ള ആളുകൾക്ക് പിന്നെ അത്തരത്തില് ഈ ബമ്പർ എന്നുള്ള ഏതെങ്കിലും ടിക്കറ്റുകൾ നമ്മൾ ഇവിടുന്ന് പോയത് കഴിച്ചിട്ടുണ്ടോ? ടിക്കറ്റ് കഴിച്ചിട്ടുണ്ട്. അവർക്ക് 5000-ന്റെ ഒക്കെ പ്രൈസ് ഒക്കെ വീണിട്ടുണ്ട്. സർക്കാർ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ മാത്രമാണ് ഓണം ബമ്പറിന്റെ വിൽപ്പനയുള്ളത്. മറ്റു സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ അന്യഭാഷകളുടേതായി ഇറങ്ങുന്ന ടിക്കറ്റുകൾ അത് വ്യാജമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ഇത്തവണ ഓണം ബമ്പറിന്റെ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുന്നുണ്ട് എല്ലാവരും. പക്ഷേ ബമ്പർ ആർക്കാണ് കിട്ടുന്ന ആർക്കും പറയാൻ ഒക്കത്തില്ല. എടുത്തോ? ടിക്കറ്റ് എടുത്തില്ല. എടുക്കണം. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ചിരിക്കുവാണ്. അപ്പൊ അവസാനം എവിടെ ടിക്കറ്റ് കിടക്കുന്നത് പറഞ്ഞു എടുക്കണം എന്നുള്ള ആഗ്രഹം. ഭാഗ്യം ആലപ്പുഴ ചുറ്റിപ്പറ്റി നിൽക്കുമോ? ആലപ്പുഴ ഉണ്ടെന്നാണ് ഈ പ്രാവശ്യം ആലപ്പുഴയ്ക്ക് അവസ്ഥ അടിക്കുന്നതാണ് എന്റെ അഭിപ്രായം. എങ്ങനെയുണ്ട് പൊതുവെ? ഇപ്പൊ 500 രൂപ എന്ന് പറയുമ്പോൾ ഒരു വലിയ തുക തന്നെയാണല്ലോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. 25 കോടിയല്ലേ? 25 കോടി ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. എപ്പോഴും എടുക്കുന്നു. ഞാനിപ്പോ ഒരു 10-25 വർഷമായിട്ടും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതാണ് അവർ പറയുന്നത്. അതായത് ഭാഗ്യം എല്ലാ തവണയും പരീക്ഷിക്കാൻ തയ്യാറായി തന്നെ പോകുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 25 കോടി എന്നുള്ളത് ഒരു മോഹന വാഗ്ദാനമായി തന്നെ ആളുകളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ പാലക്കാട് ജില്ലയാണ് ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റിട്ടുള്ളത്. 1,55,980 ക്ഷമിക്കണം 10,55,980 ടിക്കറ്റുകൾ അവർ വിറ്റിട്ടുണ്ട്. രണ്ടാമത് വന്നിരിക്കുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. 7 ലക്ഷത്തിൽ പരം ടിക്കറ്റുകളാണ് രണ്ടിടത്തും വിറ്റിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 7,310 ടിക്കറ്റുകൾ തിരുവനന്തപുരത്തും വിറ്റിട്ടുണ്ട്. അത്തരത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് രണ്ടാമതായി നിൽക്കുന്നത്. എല്ലാവരും പരീക്ഷണത്തിന് തയ്യാറാകുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ആളുകൾ. ഇപ്പോൾ നമ്മളുള്ളത് KSRTC ബസ് സ്റ്റാൻഡാണ്. ഈ KSRTC ബസ് സ്റ്റാൻഡിലും ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തുള്ളവർ വരുന്നുണ്ട് എന്നുള്ളതാണ്. 10 ടിക്കറ്റുകളൊക്കെ ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകുന്ന നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി 10 ടിക്കറ്റുകൾ അടക്കം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. കുറെ ആളുകളൊക്കെ കൂട്ടമായി ചേർന്ന്, അതായത് 1ഉം 2ഉം ആളുകളൊക്കെ ചേർന്ന് നിരവധി ടിക്കറ്റുകൾ എടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. എന്തായാലും
ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ നമുക്ക് ഇനി ഒക്ടോബർ 9 വരെ കാത്തിരിക്കാം ആ ഭാഗ്യശാലി എവിടെയാണ് എന്നുള്ളത്. എന്തായാലും പ്രതീക്ഷയാണല്ലോ എല്ലാത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ ആലപ്പുഴയിലുള്ളവിടങ്ങളും ഒപ്പം തന്നെ പാലക്കാടും തൃശ്ശൂരും അടക്കമുള്ള എല്ലാ ജില്ലകളിലും പ്രതീക്ഷയോടെ നിരവധി പേർ ഓണം ബമ്പറുമായി ഇത്തവണയും കാത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അർജുന്റെ കുടുംബാംഗങ്ങളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. ഗവർണർ അർജുന്റെ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തി. മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനം വിപുലമായി ആഘോഷിക്കുകയാണ് രാജ്യം. രാജ്യമെങ്ങും പദയാത്രകളും അനുസ്മരണ ചടങ്ങുകളും സംഘടിപ്പിച്ചാണ് ഗാന്ധി സ്മൃതി പുതുക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. വിവിധ സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലും ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ നടക്കുകയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7080, പവന് 56,640. 18 ക്യാരറ്റ് ഗ്രാമിന് 5875, പവന് 47,000. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും.